ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഫുൾ ക്ലീനിങ് ആയിട്ടോ. ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയപ്പോൾ രാവിലെ കുക്കിങ്ങിനൊന്നും നിന്നിട്ടില്ല ഇനി. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അപ്പോൾ കിട്ടും പള്ളിയിൽ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമായിട്ടോ ഞാൻ കിച്ചണിൽ കയറുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കണം, ഉള്ളിയൊക്കെ തുളിച്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പണികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്ന രണ്ട് ടിപ്സ് പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ എന്തെങ്കിലും പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ പണികളൊക്കെ തീർക്കല്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കുറേ ടൈം എടുത്ത് ചെയ്യണമെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നലുണ്ട്. ഇപ്പോൾ ഏതായാലും റബീഉൽ അവ്വലൊക്കെ അല്ല, അപ്പോൾ ഞാൻ നബിൻ്റെ മധുരഗാനങ്ങൾ കേട്ടിട്ടാണ് ഇപ്പോൾ എൻ്റെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. എൻ്റെ അയൽവാസി പട്ടിണി കൊടുക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കരുതെന്ന് പഠിപ്പിച്ചു തന്ന നമ്മളെ സ്വന്തം നബിനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നബിനെ കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് പണികൾ തീർന്നപ്പോൾ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. പിന്നെ വേറെ ഒന്ന്, ഞാൻ ഈ വീട്ടിലൊക്കെ വിളിച്ചാണ്ട് പണിയെടുക്കുന്നുണ്ടോ, അങ്ങനെ ആകുമ്പോഴും പണിൻ്റെ ഇടയിൽ കൂടെ കോളിംഗ് കൂടി ആകുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ഇന്ന് കുക്കർ ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായി ഇത് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. ഇനി അപ്പോൾ ഇന്ന് ഏതായാലും അതാക്കാൻ വിചാരിച്ചു. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ബിരിയാണി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കലുണ്ട്. ഞങ്ങൾ രാത്രിക്ക് പിന്നെ ചോറ് കുറവ് അല്ലെങ്കിൽ കറി കുറവൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു റൈസാണ് കേട്ടോ അത്. അപ്പോൾ അതേ കുക്കിംഗ് അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കർക്ക് നെയ്യും ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായി, ബേ ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വല്ലുള്ളി കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം വാടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ജസ്റ്റ് ഒന്ന് അടച്ചു വേവിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളി അരിഞ്ഞതും പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം നുടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പൊതിനയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ തൈരുണ്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്, നാടൻ തൈരാണ്, ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈരാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നത്, പിന്നെ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറണം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതിന് ഉപ്പൊന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് അരി കഴുകി ഊറ്റി വെച്ചത് ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 4-5 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കണം, അപ്പോഴാണ് അരി ഒന്ന് വറവായി കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് 3 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഓരോ കുക്കറിൻ്റെയും വേവിനനുസരിച്ചാണ് കേട്ടോ വിസിലിൻ്റെ എണ്ണം കണക്കാക്കേണ്ടത്. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് കെച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അച്ചാറിന് പകരം ഞാനൊരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൊതിനയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി. അങ്ങനെ അതും കൂടി ഞാൻ സെറ്റാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. പപ്പടം കൂടി ഉണ്ടായാൽ സ്റ്റാറായി എന്ന് പറയുന്ന പോലെ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴിക്കാണ്ടായി അതും കൂടി കഴിക്കെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യേണ്ടി. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിക്കണ്. നല്ല കറക്റ്റ് വേവാണ്. പിന്നെ ചിക്കനും കാര്യങ്ങളും ചോറൊക്കെ സെറ്റാണ്. അങ്ങനെ 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ബിരിയാണി സെറ്റാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഏതായാലും മക്കൾക്ക് ചോറ് കൊടുക്കട്ടെ. ഈ ഒരു ചോറ് നല്ല ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ഇതുവരെ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൊണ്ട് കേട്ടോ. അടിപൊളിയാണ്, പറഞ്ഞാൽ അടിപൊളിയാണ്. ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.